ചേച്ചി നമ്മൾ ഹാൻഡ് വർക്കിനും കൂടി തിരിഞ്ഞേക്ക്. നമ്മൾ ഹാൻഡ് വർക്കിൻ്റെ കയ്യിൽ വർക്ക് വരുന്ന ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് അതേപോലത്തെ ഒരു ഭംഗി വരുന്ന ഒരു ഐറ്റം ഇത് പക്ഷേ എനിക്ക് വീഡിയോയിൽ ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ ഐറ്റം നമുക്ക് ഷോപ്പിൽ എടുത്തുകൊണ്ട് പോയിട്ട് അന്നേരം സെയിലാക്കുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും വീഡിയോയിലൂടെ കാണിച്ചിട്ട് ഇനി ഷോപ്പിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അടിപൊളി ഐറ്റമാണ്. എന്താ വെച്ചാൽ എല്ലാവരുടെയും ആഗ്രഹം. ചിലരൊക്കെ പറയാറുണ്ട് സ്ലീവിലാണ് വർക്ക് വേണ്ടത്, നമുക്ക് താഴെ നെക്കിൽ വർക്ക് കൊടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് സ്ലീവിലോ താഴെ ദാമനിലോ വർക്ക് തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അതുപോലത്തെ ഒരു ഐറ്റം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, ഇനിയിപ്പോൾ ഒരുപാട് വെഡ്ഡിങ്സ് അല്ലേ വരുന്നത്, ആ വെഡ്ഡിങ്സിനൊക്കെ നിങ്ങൾ കൊണ്ടുപോയി നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫീലോടുകൂടി ഇടാൻ പറ്റുന്ന ഐറ്റമാണ്. നമ്മുടെ യൂണിറ്റിൽ തന്നെ സിംഗിൾ പീസ് ഇട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഐറ്റമാണ്. പിന്നെ ഇച്ചിരിയൊക്കെ ഷേപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഏതായാലും നമ്മുടെ എല്ലാവരുടെയും ശരീരം ഇപ്പോൾ ഒരുപോലല്ല. ഇപ്പോൾ എക്സൽ എടുക്കുന്നവർക്ക് തന്നെയായാലും എവിടെയെങ്കിലും ഇച്ചിരി ബഡ്ജിങ് ഒക്കെ കാണുന്നവരാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കേണ്ടി മാത്രമേ വരൂ. സ്ലീവിനെല്ലാത്തിനും ഞാൻ ഇച്ചിരി ലൂസ് ഇട്ട് തന്നെ ചെയ്യിക്കുന്നത് കേട്ടോ. നമ്മുടെ യൂണിറ്റിൽ തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അത്രയും രസമായിരിക്കും. ഇത് കണ്ട പ്ലെയിൻ ആയിട്ട് തോന്നില്ലേ, പക്ഷേ ഇത് ഇട്ട് കാണിക്കണമായിരുന്നു കേട്ടോ. ഇട്ട് കാണിച്ചെങ്കിൽ ഭയങ്കര ലുക്കായാണ്. എനിക്ക് ഇടാൻ ഞാൻ ഇടുന്നില്ല, നിങ്ങളിത് കണ്ടിട്ട് തന്നെ പർച്ചേസ് ചെയ്തോണേ. ഞാൻ ഇടാൻ നിങ്ങൾ കാണുന്നല്ലോ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും അല്ല. സ്ലീവ് കണ്ടോ, ഇതാ അത്രയും ക്യൂട്ടായിട്ടും വെറൈറ്റി ആയിട്ടും ചെയ്തിരിക്കുന്ന സ്ലീവ്, നല്ല കളേഴ്സിലുമാണ്. ഇതൊരു എഗ് പ്ലാനറ്റിൻ്റെയൊക്കെ ഡാർക്ക് ഷെയ്ഡ് നമുക്ക് പറയാം. സ്ലീവ് കണ്ടോ, സ്ലീവ് ക്യൂട്ടാണ്. ദുപ്പട്ടയാണ് അതിമനോഹരം. ഈ ദുപ്പട്ട നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ടോപ്പിനോടൊപ്പം ദുപ്പട്ട ഇടാം. ഇതിൻ്റെ സ്കാലപ്പ് ഫിനിഷ് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. സാധാരണ ലോക്കൽ രീതിയിൽ ഒന്നുമല്ല ഈ സ്കാലപ്പ് ഫിനിഷ് ചെയ്തേക്കുന്നത്. സാധാരണ എല്ലാവരും ഒക്കെ നമ്മളായാലും അങ്ങനെ ചെയ്യാറുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി. പക്ഷേ ഇത് നല്ല രീതിയിലാണ് ഇതിൻ്റെ സ്കാലപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചുരിദാറിനോടൊപ്പം ഇത് വെയർ ചെയ്യാനും പറ്റും. ദുപ്പട്ടയാണെങ്കിൽ നീളവും വീതിയും ഒക്കെ ഉള്ളതാണ്. 4 സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി പർച്ചേസ് ചെയ്തു. ഇതിൻ്റെ പ്രൈസ് ഞാനങ്ങ് പറയട്ടെ. ഇത് 1980 കേട്ടോ. 1980 ആണ്. ഞാൻ പറഞ്ഞത് തൊട്ട് സിംഗിൾ പീസ് ഇട്ട് നിങ്ങളുടെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സാധനമാണ്. അത് അത്രയും പക്ക ഫിനിഷിങ്ങോടുകൂടി നിങ്ങൾക്ക് കിട്ടും. അതാണ് നമ്മൾ അത്രയും ഗ്യാരണ്ടി തരുന്നത്. അടുത്തത് എൻ്റെ ഫേവറേറ്റാണ്, ഇപ്പം നിങ്ങളുടെയും ഫേവറേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ സൈഡിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് ഈ മാമ്പഴം മഞ്ഞ കളർ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം എല്ലാവരുടെയും ഫേസിന് ഒരേപോലെ ഇണങ്ങുന്ന കളർ. ഇതിനകത്ത് കഡ്ഡാന നിങ്ങൾ നോക്കി, കുഞ്ഞു കഡ്ഡാന കൊണ്ട് ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട വർക്ക് കേട്ടോ. നമ്മൾ സാധാരണ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ തന്നെ 500 രൂപയ്ക്കും 450 രൂപയ്ക്കൊക്കെ ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക് നമുക്ക് ചെയ്യാം. അത് വേറെ രീതി, ലെങ്ത് കാണില്ല, ഷോർട്ട് ലെങ്ത് ആയിരിക്കും. പിന്നെ ദുപ്പട്ടയിൽ ഈ 4 സൈഡ് വർക്ക് കാണില്ല. അങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയൊക്കെ എടുക്കാം. പക്ഷേ അത് അതിൻ്റേതായ ഫീലേ വരും. ഇത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് അതേ ഒരു ഫീൽ കിട്ടും. എല്ലാവർക്കും കൂടെ ഒന്നിച്ച് വേറെ ആഗ്രഹിക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇതെടുത്തിട്ട് നിങ്ങൾ, ഞാൻ എപ്പോഴും പറയാനുള്ള, ഒന്ന് ഒരുങ്ങിയൊക്കെ നിങ്ങൾ ഇടാമെങ്കിൽ ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ. ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കെങ്കിലും ഇട്ടിട്ട് പോകാമെങ്കിൽ ഭയങ്കര ലുക്കായിരിക്കും. ഒന്ന് ഒരുങ്ങാത്തവരായാലും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രകാശം കിട്ടും മുഖത്ത് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ആയാലും ഒരു മേക്കപ്പും ചെയ്യാതെ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് തോന്നും. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ നല്ലതായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്കൂടെ കുറച്ച് ഭംഗി. ചിലരൊക്കെയാണ് ചുമ്മാതെ ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഒരു ഇതുമില്ലാതെ ഒരു ഷേപ്പും ഇല്ലാതെ ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. വൃത്തിയായിട്ട് കൂടെ നടക്കണ്ടേ, നമ്മളും കൂടെ സെറ്റായാലല്ലേ ആ ഡ്രസ്സിന് ഭംഗി വരൂ. കണ്ടോ ഇങ്ങനെ ഈ ഒരു ഗ്രീൻ, ഇത് വാഷിങ്ങും പോസിബിളാണ്. ഇത് പെട്ടെന്ന് ഇളകി പോകത്തില്ല കേട്ടോ. ഈ ഹാൻഡ് വർക്ക് നമുക്ക് സാധാരണ എല്ലാവരും പറയും ഒരു ലൈൻ പിടിക്കുമ്പോഴത്തേക്ക് ഹാൻഡ് വർക്ക് അല്ലേ ഇളകി പോകുന്നു. പക്ഷേ ഇതങ്ങനെ ഇളകി പോകാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ സിംഗിൾ ത്രെഡ് ഇട്ടല്ല ചെയ്യുന്നത്, ഡബിൾ ത്രെഡ് ഇട്ടാണ് ഇതിൻ്റെ ഓരോ ഹാൻഡ് വർക്കും ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സ്ലീവിനുൾപ്പെടെ എന്താ പറയുക, ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് തീർന്നു ചേച്ചി. അടിപൊളി റെഡിഷ് മെറൂൺ കേട്ടോ. കറക്റ്റ് നിങ്ങളുടെ കറക്റ്റ് ചില്ലി റെഡ്. നമുക്ക് കിട്ടാൻ പാടല്ലേ ഈ റെഡ്. നമ്മൾ എത്ര ഓടി നടന്നാലും കിട്ടാത്ത കളേഴ്സാണ് ഇതെല്ലാം. ഉണ്ടോ, ഫോക്സിൽ തന്നെ ആയാലും ബ്ലൂമിങ് ചാർട്ടിലൊക്കെ കിട്ടാൻ ഭയങ്കര. ഇത് ഫോക്സ് ആണ്, ഒരു ടൈപ്പ് ഓഫ് ഒരു സോഫ്റ്റ് ഫോക്സ് എന്ന് നമുക്കിതിനെ പറയാം. ചില ഫോക്സ് ആണ് ഇച്ചിരി ഒരു ഹാർഡ് പോലെ തോന്നും. ഇതൊരു സോഫ്റ്റ് ആണ്. കണ്ടോ, നല്ല രീതിയിലാണ് എൻ്റെ മേക്ക് ചെയ്തിരിക്കുന്നത്. 1980 നിങ്ങൾ വരികയോ അത്രയും പ്രൈസോ എന്നൊക്കെ പറയുന്നവരുണ്ട്, നമ്മൾ കാണുന്നതല്ലേ കമൻറ്റ് ബോക്സിൽ. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, ഇത് തന്നെ നമുക്ക് റേറ്റ് കുറച്ച് കൊണ്ടുവന്ന് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്. അത് നമുക്ക് ആ ക്വാളിറ്റിയോട് തരാനേ ഒക്കൂ കേട്ടോ. അതാണ് ആ റേറ്റ് വരുന്നത്. 100, 200, 300 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് അധികം പോയാലും നിങ്ങൾക്ക് കിട്ടുന്ന സാധനം പെർഫെക്ഷൻ ഉള്ളതായിരിക്കും. അത് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. നെക്കാണ് വരുന്നത്. ഇനി നെക്കിനൊക്കെ ആർമവർക്കൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗെയിം ചെയ്തൊക്കെ കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടാനുസരണം. പക്ഷേ ഇതാണ് എൻ്റെ ക്യൂട്ട് ഫീല്. വേറെ ചെയ്ത് കാണിക്കാനുള്ള ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടുകൊണ്ട് വരാം. ഇതിൻ്റെയൊക്കെ ഞാനും എടുക്കാറുണ്ട്. കാരണം എനിക്കിഷ്ടമാണ്. കുറേ ലാസ്റ്റ് ചെയ്യുമല്ലോ. ഏതെങ്കിലും ഫംഗ്ഷൻ വന്നാൽ ഓടി ഇത് ഇട്ടുകൊണ്ട് പോകുന്നത് അയൺ ചെയ്തതുപോലെ ഇടണ്ട, പെട്ടെന്ന് ഇട്ടുകൊണ്ട് നമുക്ക് ഓടാം. ലാസ്റ്റ് ചേച്ചി ഇതൊരു റോയൽ ബ്ലൂ ആണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള നേവി ബ്ലൂ ചെറുതായിട്ട് ചേർന്ന് തന്നെ റോയൽ ബ്ലൂ ആണ്. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്തോ. ബൈ.